സഖാക്കന്മാരും ന്യൂജൻ പിള്ളേരും പറയുന്നത് എങ്ങനെയെങ്കിലും വിസ എന്താന്ന് വെച്ചാൽ എടുത്തു തരാം, ഒന്ന് രാജ്യം വിടാവോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാനും തീരുമാനിച്ച് ഒന്ന് നാട് വിടാം. കാരണം കേരളമല്ല ഇന്ത്യ, ഇന്ത്യയല്ല ലോകം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പോകുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നല്ല ഫുട്പാത്തുകളുള്ള ഫുട്പാത്ത് എന്താണെന്ന് കാണിക്കുന്ന പോണ്ടിച്ചേരിക്കാണ്. എന്തായാലും പോണ്ടിച്ചേരിക്ക് പോകുന്ന യാത്രയിലാണ്. അതിനകത്തുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ദേ ചെയർ 2 ഇത് ആദ്യം കയറ്റി വെക്കണം. ഇതാ അതിനുശേഷം ടേബിള്, ടെന്റ്, ചായ വെക്കാനുള്ള പാത്രം, ഫുഡ് വെക്കാനുള്ള സ്പൂണ്, പാത്രങ്ങള്, ഇതെല്ലാം കൂടി ഗ്യാസ് അടുപ്പ്, പാത്രത്തിന്റെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം, ഇത് ഫാൻ, രാത്രി ടെന്റിനകത്ത് കിടക്കാനുള്ള ഫാൻ, കട്ടിംഗ് ബോർഡ്, കത്തി, ചൂണ്ട, ഇത് ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ വെക്കാനുള്ള പാത്രങ്ങള്, കന്നാസ് വെള്ളത്തിന്, ഇത് മറ്റേ വാഷ് ബേസിനും മൊട്ട ട്രേയും ലൈറ്ററും അടപ്പൊക്കെ കൂടി. ഇത് ഫാൻ്റെ ബില്ല്, ഫാൻ്റെ കവർ. ഇത് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചാർജിൽ ഇടാൻ പറ്റും. ഇത് ഫാൻ്റെ കവർ. ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് 3-4 ദിവസത്തേക്ക് പോയിട്ട് വരാം.
ഇനി വേണ്ടത് പച്ചക്കറി, അരി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഈ വണ്ടി കയറാനുണ്ട്. അതും അല്ല, ഒരു പ്രധാന സാധനം എടുക്കാൻ മറന്നുപോയി, അതും കൂടി എടുക്കാനുണ്ട്. ദേ ഇത് എയർ ബെഡ്, വണ്ടിക്ക് അകത്ത് കിടക്കാനുള്ളത്. ഇത് പുറത്ത് കിടക്കുവാണെങ്കിൽ ടെന്റ് അടിക്കാനുള്ള അതിനകത്തോടുള്ള ലൈറ്റ്. ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് ഇന്ന് രാത്രി രാജ്യം വിടാനാണ് എൻ്റെ തീരുമാനം. ഒരു 5000 രൂപയും ഒരു ഇലക്ട്രിക് കാറും വെച്ച് ലോകം തണ്ടാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ പോയി തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. എല്ലാവരും പറയും 10 രൂപയും കൊണ്ട് രാജ്യം കാണാൻ പോയി, അല്ലെങ്കിൽ 20 രൂപയും കൊണ്ട് രാജ്യം കാണാൻ പോയി എന്നൊക്കെ പറയും. ഞാൻ പോണത് വെറും 5000 രൂപയും കൊണ്ടാണ്. എന്തായാലും ഇന്ന് രാത്രി ഞാൻ രാജ്യം വിടും. കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ രാജ്യം ഇന്ന് രാത്രി ഞാൻ വിടും. പുതിയ രാജ്യത്ത് നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.